നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഈ വർഷത്തെ തങ്ങളുടെ ആദ്യ കിരീടം ചൂടാനുള്ള ഒരുക്കത്തിലാണ്, അതിലേക്കുള്ള പോക്കിലാണ് FC ബാഴ്സലോണയുള്ളത്. സ്പാനിഷ് സൂപ്പർ കപ്പിൽ ഇന്നലെ സെമി ഫൈനൽ മത്സരത്തിൽ അത്ലറ്റിക് ക്ലബ് ബിൽബാവോയെ അവർ പരാജയപ്പെടുത്തി ഏകപക്ഷീയമായ 5 ഗോളുകൾക്കായിരുന്നു. ഇനി ഫൈനലിൽ ആര് വരും? രണ്ടാം സെമി ഫൈനലിൽ ഇന്ന് മാഡ്രിഡ് ഡെർബിയാണ്. റയൽ മാഡ്രിഡും അത്ലറ്റിക്കോ മാഡ്രിഡും തമ്മിൽ ജിദ്ദയിൽ ഇന്ന് ഏറ്റുമുട്ടുകയാണ്. അപ്പോൾ ഇതിൽ ആരായിരിക്കും തങ്ങളുടെ എതിരാളികൾ? എതിരാളിയായി വരാനാണ് നിങ്ങൾക്ക് താല്പര്യം? ചോദ്യം FC ബാഴ്സലോണയുടെ കോച്ച് ഹൻസി ഫ്ലിക്കിനോടാണ്. അദ്ദേഹത്തിൻ്റെ മറുപടി തീർച്ചയായിട്ടും എതിരാളിയായി വരണമെന്ന് ചോദിച്ചാൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല കാര്യം ഞങ്ങൾ ഓൾറെഡി ഫൈനലിലാണെന്നുള്ളതാണ്. പിന്നെ നമുക്ക് അദ്ദേഹം ഇന്നലെ പറയുകയാണ്, നമുക്ക് നാളത്തെ മത്സരം വാച്ച് ചെയ്യാം, എന്നിട്ട് ആര് കളിക്കും എന്നുള്ളത് നമുക്ക് നോക്കാം, ആരെ ഫൈനലിൽ കിട്ടുമെന്ന് നോക്കാം. അപ്പോൾ മാധ്യമപ്രവർത്തകർ ഫ്ലിക്കിനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങളല്ലേ എപ്പോഴും പറയാറുള്ളത് നിങ്ങൾ റയലിൻ്റെ കളി കാണാറില്ല, ഉറങ്ങലാണ് എന്നുള്ളത്, അപ്പോൾ ഈ കളി കാണുമോ? അപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി അതെനിക്കിപ്പോൾ കൺഫേം ചെയ്യാൻ പറ്റില്ല എന്നാണ്. അപ്പോൾ അതാണ് ഹൻസി ഫ്ലിക്ക് പറയുന്നത്. ആരായാലും കുഴപ്പമില്ലാത്ത തരത്തിലാണ് അദ്ദേഹത്തിൻ്റെ സംസാരം എന്നർത്ഥം. അതേസമയം റാഫീഞ്ഞോട് ഇതേ ചോദ്യം ചോദിച്ചു. അത്ലറ്റിക് ക്ലബ് ബിൽബാവോക്കെതിരെ കിടിലൻ പ്രകടനം നടത്തിയ റാഫീഞ്ഞോട് ചോദ്യം, ഫൈനലിൽ എതിരാളിയായി കിട്ടണമെന്നാണ് ആഗ്രഹം, റയൽ മാഡ്രിഡ് ഓർ അത്ലറ്റിക്കോ മാഡ്രിഡ്? അദ്ദേഹത്തിൻ്റെ മറുപടി, ആരാണോ വിജയിക്കുന്നത് അവർ വരട്ടെ, ഐ ഡോണ്ട് കെയർ. എതിരാളി ആരാണെന്നുള്ളത് ഞങ്ങൾക്ക് വിഷയമല്ല. ആരാണെങ്കിലും ആര് വന്നാലും ഞങ്ങൾ റെഡിയാണ്. ഞങ്ങളെ മാത്രമേ ഫോക്കസ് ചെയ്യുന്നുള്ളൂ. എതിരാളി ആരെന്നുള്ളത് ഞങ്ങൾക്ക് വിഷയമല്ല. ഞങ്ങളുടെ കാര്യത്തിൽ മാത്രമാണ് ഞങ്ങൾ ഫോക്കസ് ചെയ്യുന്നത്. ഞങ്ങളുടെ നിരയിൽ ആരൊക്കെ ഇറങ്ങുന്നു അതും കാര്യമില്ല, ആരിറങ്ങിയാലും ഞങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് കൊടുക്കാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. സോ അതാണ് ഈ ടീമിൻ്റെ ക്വാളിറ്റി എന്ന് കൂടി റാഫീഞ്ഞ് പറയുന്നു. വലിയ ആത്മവിശ്വാസത്തിലാണ് FC ബാഴ്സലോണ എന്നർത്ഥം. റയൽ വന്നാലും അത്ലറ്റിക്കോ മാഡ്രിഡ് വന്നാലും അടിച്ചിടും, കപ്പെടുക്കും എന്ന നിലപാടിലാണ് റാഫീഞ്ഞ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൻ്റെ എത്താം.